ബഷീർ ദിനം എന്നാണ്? ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നായിരുന്നു? 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? കൊച്ചു മുഹമ്മദ്. ബഷീർ ജനിച്ച കൊല്ലവർഷ തീയതി എന്നാണ്? 1083 മകരം 8. ബഷീറിന്റെ ജന്മസ്ഥലം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ. ബഷീറിന്റെ പിതാവിന്റെ പേര് എന്താണ്? കായി അബ്ദുറഹ്മാൻ. ബഷീറിന്റെ മാതാവിന്റെ പേര് എന്താണ്? കുഞ്ഞാത്തുമ്മ. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. കഥയുടെ സുൽത്താൻ, കഥയിലെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, കേരളത്തിലെ സുൽത്താൻ, മലയാളത്തിലെ സുൽത്താൻ, മലയാള സാഹിത്യത്തിലെ സുൽത്താൻ തുടങ്ങിയ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? മഹാത്മാഗാന്ധിയെ. ബഷീറിന്റെ സഹോദരങ്ങൾ ആരൊക്കെയായിരുന്നു? അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ. ബഷീർ വിവാഹിതനായ വർഷം? 1958. ബഷീറിന്റെ മക്കൾ ആരെല്ലാം ആയിരുന്നു? ഷാഹിന, അനീസ്. ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ടാറ്റ. വിവാഹത്തിനു ശേഷം ബഷീർ ബേപ്പൂരിലെ ഏത് വീട്ടിലേക്കാണ് താമസം മാറ്റിയത്? 1962 വയലാലിൽ വീട്ടിൽ. ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? ഫാത്തിമ ബീവി അല്ലെങ്കിൽ ഫാബി ബഷീർ. ഫാബി ബഷീറിന്റെ ആത്മകഥ ഏതാണ്? ബഷീറിന്റെ എടിയെ. ബഷീറിന്റെ ആദ്യത്തെ കഥയുടെ പേര് എന്താണ്? തങ്കം. ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏതായിരുന്നു? ജയകേസരി. ബഷീറിന്റെ ആദ്യത്തെ കൃതി ഏതായിരുന്നു? 1942 പുറത്തിറങ്ങിയ പ്രേമലേഖനം. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? ബഷീർ തന്നെ. ബഷീറിന്റെ ആദ്യ നോവൽ ഏതായിരുന്നു? ജീവിത നിഴൽപ്പാടുകൾ. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏതായിരുന്നു? കോഴിക്കോട് നടന്ന ഉപ്പ് സത്യാഗ്രഹം. ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഓർമ്മയുടെ അറകൾ. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ബഷീറിന്റെ ഐരാവതങ്ങൾ. ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? EM അഷറഫ്. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? സോജ രാജകുമാരി. ഭാർഗവി നിലയം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ഭാർഗവി നിലയം എന്ന ചിത്രം ബഷീറിന്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്? നീല വെളിച്ചം. ഭാർഗവി നിലയം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരായിരുന്നു? M വിൻസെന്റ്. ഭാർഗവി നിലയം എന്ന ചിത്രത്തിന്റെ നായക വേഷത്തിൽ അഭിനയിച്ചത് ആരായിരുന്നു? മധു. ഭാർഗവി നിലയം എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം എന്നാണ്? 1964. ഭാർഗവി നിലയം എന്ന സിനിമയിലെ പത്മലാക്ഷൻ എന്ന വ്യക്തി പ്രസിദ്ധനായ പേര്? കുതിരവട്ടം പപ്പു. ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു? വിജയ നിർമ്മല. മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി അഭിനയിച്ചത് ആരാണ്? മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആരായിരുന്നു? KPAC ലളിത. ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആരാണ്? പ്രേം നസീർ. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയായിരുന്നു? 1964 പുറത്തിറങ്ങിയ ഭാർഗവി നിലയവും 1967 പുറത്തിറങ്ങിയ ബാല്യകാല സഖിയുടെയും. ബാല്യകാല സഖി എന്ന നോവൽ
സിനിമയായി സംവിധാനം ചെയ്തത് ആരൊക്കെയാണ്? 1967 പി ഭാസ്കരനും 2014 പ്രമോദ് പയ്യന്നൂരും. ഗുത്തിനി ഹാലട്ടലിത്താപ്പോ സഞ്ചിന് ബാലിക ലുട്ടാപ്പി. ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഈ പാട്ടുള്ളത്? രുപ്പാപ്പയ്ക്കൊരാന ഉണ്ടായിരുന്നു. അനുഗ്രഹീതനായ ബഷീർ ഇത് ആരുടെ രചനയാണ്? തരകൻ KM. ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തൂലികാ നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? പ്രഭ. ഈ വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്ന ബഷീറിന്റെ വിഖ്യാതമായ പദപ്രയോഗം ഉള്ള നോവൽ ഏതായിരുന്നു? രുപ്പാപ്പയ്ക്കൊരാന ഉണ്ടായിരുന്നു. ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? EM അഷറഫ്. ബഷീർ രചിച്ച VT നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകം ഏതായിരുന്നു? നേരും നുണയും. ബഷീറിന്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ്? അനർഘ നിമിഷം. ബഷീറും കാരൂർ നീലകണ്ഠപിള്ളയും ഒരേ പേരിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേര് എന്താണ്? പൂവൻ പഴം. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഡോക്ടർ റൊണാൾഡ് അഷർ. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏതാണ്? നേരും നുണയും. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേര് എന്താണ്? സർക്കിൾ ബുക്ക് സ്റ്റാൾ. നീല വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ്? ഭാർഗവി നിലയം. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? 1990 പുറത്തിറങ്ങിയ മതിലുകൾ. ബഷീറിന്റെ ബാലസാഹിത്യകൃതി ഏതാണ്? സർപ്പയജ്ഞം. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏതാണ്? പ്രേമലേഖനം. മജീദും സുഹറയും കഥാപാത്രമാകുന്ന ബഷീറിന്റെ പുസ്തകം ഏതാണ്? ബാല്യകാല സഖി. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ബഷീറിന്റെ നോവൽ ഏതാണ്? ബാല്യകാല സഖി. ബേപ്പൂർ എന്ന പ്രദേശം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? EM അഷറഫ്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പേര് കൂടിയുള്ള ബഷീറിന്റെ കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആട്. ബഷീർ എഴുതിയ ഏക നാടകം ഏതാണ്? കഥാബീജം. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്? ഉജ്ജീവനം. ഭാരതത്തിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ജ്ഞാനപീഠം. ബഷീർ കൃതിയായ ബാല്യകാല സഖി പഠന വിഷയമാക്കിയത് ആരാണ്? കുട്ടി കൃഷ്ണമാരാർ. തന്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ബഷീർ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ സഹപ്രവർത്തകൻ? MP പോൾ. ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? മാംഗോസ്റ്റീൻ. ഉജ്ജീവനം എന്ന പത്രത്തിൽ സ്വാതന്ത്ര്യ സമര ലേഖനങ്ങൾ എഴുതുവാൻ ബഷീർ സ്വീകരിച്ച തൂലികാ നാമം ഏതായിരുന്നു? പ്രഭ. ജീവിതത്തിൽ നിന്ന് പറിച്ചു ചീന്തിയ ഒരു ഏടാണ് ഇത്. വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് MP പോൾ വിശേഷിപ്പിച്ച ബഷീറിന്റെ കൃതി ഏതാണ്? ബാല്യകാല സഖി. 2017 പുറത്തിറങ്ങിയ ബഷീറിന്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? അനീസ് അൻവർ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? MA റഹ്മാൻ. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക അന്തിമ കാഹളം. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? PA ബക്കർ. 1985 സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. ബഷീറിന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം? 1982.
ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? 1982 ലഭിച്ച പത്മശ്രീ അവാർഡ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് അവാർഡ് ബഷീറിന് ലഭിച്ച വർഷം 1970. 1993 വള്ളത്തോൾ അവാർഡ് ബഷീറുമായി പങ്കിട്ടെടുത്ത സാഹിത്യകാരി ആരാണ്? ബാലാമണിയമ്മ. ഒന്നും ഒന്നും എമ്മിന് ബാല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ് ഉള്ളത്? ബാല്യകാല സഖി. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ്? കോഴിക്കോട് ജില്ലയിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം. 1930 ആയിരുന്നു ഇത് നടന്നത്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? ഭൂമിയുടെ അവകാശികൾ. മരിക്കുന്നതിനു മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീർ കഥ ഏതാണ്? തേന്മാവ്. തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ്? പാത്തുമ്മയുടെ ആട്. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഏതാണ്? ഒഴിഞ്ഞ വീട്. ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ശബ്ദങ്ങൾ. അങ്ങനെ അപാരത തൻ തീരത്തിരുന്നാത്മ നൊമ്പരങ്ങളോടൊന്ന് കുശലം പറഞ്ഞൊരാൾ. എന്റെ ബഷീർ എന്ന കവിതയിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവി എഴുതിയ വരികളാണ് ഇത്. ആരാണ് ആ കവി? ONV കുറുപ്പ്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിൽ ഉള്ളതാണ്? ആനവാരിയും പൊൻകുരിശും. ആനവാൽ കിട്ടാൻ വേണ്ടി ബഷീർ നടത്തിയ ഗംഭീര പ്രയത്നത്തിന്റെ കഥ ഏതാണ്? ആനപ്പൂട. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം 1992. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ്? മതിലുകൾ. പാത്തുമ്മയുടെ ആടിലെ നായികയായ ബഷീറിന്റെ സഹോദരി ആരാണ്? ഫാത്തിമ. ആ പൂവ് നീ എന്ത് ചെയ്തു? ഏത് പൂവ് രക്തനക്ഷത്രം പോലെ. ഈ വരികൾ ഏത് പുസ്തകത്തിൽ ഉള്ളതാണ്? പ്രേമലേഖനം. അനുഗ്രഹീതനായ ബഷീർ ആരുടെ രചനയാണ്? തരകൻ KM. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ബാല്യകാല സഖി. മണ്ടൻ മുത്തപ്പ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്ന് അറിയപ്പെടുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. ബഷീറിന് ഡിലിറ്റ് നൽകിയ സർവകലാശാല ഏതാണ്? കോഴിക്കോട് സർവകലാശാല. NN കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ട് കാവ്യത്തിന്റെ പേരെന്താണ്? ബഷീർ മാല. ശ്രീ MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ഏകാന്ത വീതിയിലെ അവധൂതൻ. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏതാണ്? ഇമ്മിണി ബല്യ ഒരു ബഷീർ. ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണൻ കൃതി ആരെ കുറിച്ചുള്ള പഠനമാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. പ്രേമലേഖനം എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1943. ബാല്യകാല സഖി എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1944. എൻ്റെ ഉപ്പാപ്പയ്ക്ക് രാനി ഉണ്ടായിരുന്നു പ്രസിദ്ധീകരിച്ച വർഷം 1951. ആനവാരിയും പൊൻകുരിശും എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1953.
പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1959. മതിലുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1965. ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1977. ശബ്ദങ്ങൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1947. അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം 1983. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1953. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1954. നീല വെളിച്ചം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം 1964. ബഷീർ കഥാബീജം എന്ന നാടകത്തിന്റെ തിരക്കഥ എഴുതിയ വർഷം 1945. ബഷീർ ജന്മദിനം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1945. ഓർമ്മക്കുറിപ്പ് എന്ന ചെറുകഥ ബഷീർ പ്രസിദ്ധീകരിച്ച വർഷം 1946. അനർക്ക നിമിഷം എന്ന ലേഖനങ്ങൾ ബഷീർ പ്രസിദ്ധീകരിച്ച വർഷം 1945. വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1946. മരണത്തിന്റെ നിഴൽ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1951. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1951. ജീവിത നിഴൽപ്പാടുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1954. വിശപ്പ് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1954. താര സ്പെഷ്യൽസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1968. മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1968. നേരും നുണയും എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം 1969. ഓർമ്മയുടെ അറകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം 1973. ആനപ്പൂട എന്ന ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം 1975. MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം 1991. ശിങ്കിടി മുങ്കൻ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1991. ചെവിയോർക്കുക അന്തിമ കാഹളം എന്ന പ്രഭാഷണം പ്രസിദ്ധീകരിച്ച വർഷം 1992. യാ ഇലാഹി എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം 1997. ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം 1987. ബഷീറിന്റെ മകൾ ഷാഹിനിക്ക് കളിക്കാൻ കിട്ടിയ പൂച്ചക്കുട്ടിയാണ് കൈസുക്കുട്ടി. ഈ പൂച്ചക്കുട്ടിയെ മുഖ്യ കഥാപാത്രമാക്കി ബഷീർ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ പൂച്ചയെ കാണാൻ ധാരാളം പേർ ബഷീറിന്റെ വസതിയിലെത്തി. ഏതാണ് ആ കൃതി? മാന്ത്രിക പൂച്ച. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം, ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശിയെ ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകമാണ്. ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്? റൊണാൾഡ് ഇ അഷർ. ഈ മനുഷ്യൻ എനിക്ക് ആരാണ്? എന്റെ സാഹിത്യ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹം ഒരു താങ്ങും തണലുമായിട്ടില്ല. ബഷീറിയൻ സാഹിത്യത്തിന്റെ ചുവട് പിടിച്ച് ഒന്നും ഞാൻ എഴുതുവാൻ ശ്രമിച്ചിട്ടുമില്ല. എന്നിട്ടും ഈ മനുഷ്യൻ എന്റെ ഹൃദയത്തിൽ കലാപുരുഷനെ പോലെ വളർന്ന് നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? MT വാസുദേവൻ നായർ. ഇനി അങ്ങോട്ട് ഒരു 2000 വർഷത്തേക്ക് അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ മനുഷ്യ സമുദായത്തിന് അനുഭവപ്പെടാൻ പോകുന്ന അതുല്യമായ സൗരഭ്യം, അതോ കേൾക്കാൻ പോകുന്ന അമൂല്യമായ ഒരു ഗാനമോ? ആരെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറഞ്ഞത്?
മഹാത്മാഗാന്ധി. ഒരിടത്തൊരു സുൽത്താൻ ബഷീറിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ബാലസാഹിത്യ കൃതിയാണ് ഇത്. ഇത് എഴുതിയ പ്രശസ്ത ബാലസാഹിത്യകാരൻ ആരാണ്? കിളിരൂർ രാധാകൃഷ്ണൻ. ഞാൻ തനിച്ച് പറമ്പിലെ മരത്തണലിൽ ആണ് ഈ മരം ഞാൻ നട്ടു നനച്ച് പിടിപ്പിച്ചത്. ഇതിന്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു. ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും. ഏത് മരത്തെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറയുന്നത്? മാംഗോസ്റ്റീൻ. പ്രേമലേഖനത്തിലെ കേശവൻ നായരും സാറാമ്മയും തങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിനെ പേരിടാൻ നിശ്ചയിക്കുന്നു. ഡങ്ക ഡിങ്ക ഹേ, ചെപ്ലോസ്കി, ചെമ്മീൻ കണ്ണൻ, കുൾട്ടപ്പൻ എന്നീ പേരുകൾ എഴുതി നിറക്കിട്ടു. ഒടുവിൽ അവർക്ക് കിട്ടിയ പേരുകൾ ചേർത്ത് അവർ ഒരു സ്റ്റൈലൻ പേരുമിട്ടു. കേശവൻ നായർക്ക് കിട്ടിയ നറുക്കിൽ എഴുതിയ പേര് എന്തായിരുന്നു? മിഠായി. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ നിറച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ്? എം.എൻ. വിജയൻ. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഭഗത് സിംഗ്. നർമ്മബോധത്തിന്റെ ആശാനായിരുന്നു ബഷീർ. കൈനോട്ടം ഒക്കെ അയാളുടെ വിദ്യകൾ ആയിരുന്നു. ഒരിക്കൽ കൈ നിവർത്തി ഞാൻ ചോദിച്ചു, ഇതേത് രേഖ? ബഷീർ പറഞ്ഞു, കൈയുടെ നടുവിലുള്ള രേഖയാണോ അത് കൈ മടക്കാനുള്ള രേഖയാണ്. ആരാണ് ഇത് പറഞ്ഞത്? പൊൻകുന്നം വർക്കി. ജീവിതത്തിൽ സാഹിത്യം മാത്രമല്ല ഞങ്ങൾ ചർച്ച ചെയ്തത്, ലോക കാര്യങ്ങൾ വരെ പറയുമായിരുന്നു. വ്യക്തിപരമായ അടുപ്പം എന്നല്ല പറയേണ്ടത്, അതിന് അപ്പുറത്തുള്ള ബന്ധമാണ് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്. ബഷീറിനെ കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ ആരുടേതാണ്? തകഴി ശിവശങ്കരപിള്ള. നോബൽ സമ്മാനം നേടിയ മഹ്ഫൂസ്, ടോണി മോറിസൺ ഇവരെക്കാൾ എത്രയോ മടങ്ങ് മഹത്വമുള്ള കലാകാരനാണ് ബഷീർ. കൊച്ചു കേരളത്തിൽ ജനിച്ചു പോയത് കൊണ്ട് അദ്ദേഹം സ്വീഡിഷ് അക്കാദമിയിൽ എത്തിപ്പെട്ടില്ല എന്നേയുള്ളൂ. ബഷീറിനെ കുറിച്ചുള്ള ഈ വാക്കുകൾ ആരുടേതാണ്? എം. കൃഷ്ണൻ നായർ. കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാ അത്ഭുതമാണ് ബഷീർ. അദ്ദേഹത്തിന്റെ രചനാരീതി മാജിക്കൽ ആണ്. ചെറിയ വാക്കുകൾ ആയാലും വലിയ ഭാവങ്ങൾ ഉണ്ടാവുകയും അത് ജനങ്ങളിലേക്ക് സംവേദിക്കുകയും ചെയ്യുന്ന മാജിക്. ഇത് ആരുടെ വാക്കുകളാണ്? ഒ. വി. വിജയൻ. നർമ്മബോധം ഒരിക്കലും ബഷീറിൽ പൊളിച്ച ഫലിതം ആയിട്ടില്ല. ഒരു ഭാവം പ്രകാശനം ചെയ്യുമ്പോൾ അതിനപ്പുറത്തുള്ള ഒരു തരത്തിൽ ഈ കാര്യം പറയാൻ കഴിയില്ല എന്ന് നമ്മൾ അറിയുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? എൻ. പി. മുഹമ്മദ്. ജീവിതത്തിൽ ഓടകളിലും മേടുകളും സഞ്ചരിച്ച ബഷീർ എന്നും വെറും മനുഷ്യനായി നടന്നിട്ടുള്ളൂ. അധികൃതമായും അനധികൃതമായും ആരെങ്കിലും വെച്ചു കെട്ടിയ അലങ്കാരങ്ങളും മേൽ അംഗങ്ങളും അദ്ദേഹത്തിന്റെ തനിമയെ ബാധിച്ചിട്ടില്ല. ഇത് ആരുടെ വാക്കുകളാണ്? എം. ടി. വാസുദേവൻ നായർ. വെളിച്ചത്തിന് എന്ത് വെളിച്ചം ബഷീറിന്റെ വിഖ്യാതമായ ഒരു പ്രയോഗമാണ്. ബഷീറിന് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു വാക്യം. ഏത് കൃതിയിലെ വാചകം ആണ് ഇത്? ആരാണ് ഇത് പറയുന്നത്? എന്റെ ഉപ്പാപ്പയ്ക്ക് രാനയുണ്ടായിരുന്നു എന്ന കൃതിയിലെ നായകനായ നിസാർ അഹമ്മദിന്റെ ബാപ്പയും കോളേജ് പ്രൊഫസറുമായ സൈനുദ്ദീൻ ആണ് ഈ പ്രയോഗം പറയുന്നത്. ബഷീറിന്റെ വിഖ്യാതമായ 3 കൃതികൾ നോവൽ ത്രയം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ആ കൃതികൾ? പാത്തുമ്മയുടെ ആട്, എന്റെ ഉപ്പാപ്പയ്ക്ക് രാനി ഉണ്ടായിരുന്നു, ബാല്യകാല സഖി. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ആനവാരിയും പൊൻകുരിശും. ആനവാരിയും പൊൻകുരിശും എന്ന നോവലിലെ കൊച്ചു നീലാണ്ടനും പാറുക്കുട്ടിയും ഏതു തരം ജീവിയാണ്? ആന. ബാല്യകാല സഖി ഒരു നോവലിന്റെ തനിപ്പകർപ്പാണ് എന്ന പ്രസിദ്ധ നിരൂപകനായിരുന്ന പ്രൊഫസർ എം. കൃഷ്ണൻ നായർ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഇത് സാഹിത്യ ലോകത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. പക്ഷേ ബഷീർ അല്പം പോലും കോപ്പിയടിച്ചുവെന്ന് പ്രകോപിതനാകാതെ കോപ്പിയടിച്ചു എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് നോവൽ തർജ്ജമ ചെയ്ത് രണ്ടും കൂടി ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഏതാണ് ആ നോവൽ? നട്ടു ഹാംസണിന്റെ വിക്ടോറിയ എന്ന നോവൽ.
അക്ഷരാഭ്യാസമില്ലാത്ത ബുദ്ധിശാലി അല്ലാത്ത ഒരു കുശിനി പണിക്കാരൻ പൊടുന്നനെ ദൈവമായി മാറുന്ന അത്ഭുത കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എപ്പോഴാണ്? 2009 ജനുവരി 1. നുപ്പാപ്പയ്ക്ക് രാനയുണ്ടായിരുന്നു എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിന്റെ പേര് എന്താണ്? കുഞ്ഞു പാത്തുമ്മ. ബഷീർ ചുരുക്കി പറയുന്നതിൽ മാത്രം വിശ്വസിക്കുന്നു. ആറ്റിക്കുറുക്കി പണിക്കുറവ് തീർത്ത്. ഇങ്ങനെ ബഷീറിനെ കുറിച്ച് അഭിപ്രായപ്പെട്ട പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ടി പത്മനാഭൻ. നുപ്പാപ്പയ്ക്ക് രാനയുണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ്? അഹമ്മദ് നിസാർ. ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായിക നായകന്മാർ ആരൊക്കെയാണ്? സാറാമയും കേശവൻ നായരും. പോക്കറ്റ് അടിച്ച പേഴ്സ് തിരിച്ചു നൽകാനുള്ള മഹാമനസ്കത കാട്ടിയ ആ മനുഷ്യന്റെ പേര് ദൈവം എന്നായിരുന്നു. ബഷീർ ഇപ്രകാരം ആലോചിക്കുന്ന പോക്കറ്റടിക്കാരന്റെ കഥ പറയുന്ന ആ കൃതി ഏതാണ്? ഒരു മനുഷ്യൻ. ബഷീറിന്റെ മരണശേഷം മകൾ ഷാഹിനിയും മകൻ അനീസും ചേർന്ന് അദ്ദേഹത്തിന്റെ ഈടുവകുപ്പുകൾ പരിശോധിച്ചപ്പോൾ നിരവധി വിലപ്പെട്ട മാനുസ്ക്രിപ്റ്റുകൾ കണ്ടുകിട്ടി. അതിൽ ഏറ്റവും പ്രധാനം ഒരു കവിതയായിരുന്നു. ബഷീർ എഴുതിയ ആ കവിത ഏതാണ്? അനശ്വര പ്രകാശം. ബഷീർ എന്ന വികാരം തലമുറകൾക്ക് ശേഷവും മനസ്സുകളിൽ ആർദ്രമായി നിലനിൽക്കുന്നു. ഒരു തടാകത്തിലെ സ്വച്ഛമായ പ്രവാഹം പോലെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്നു. ഉപ്പുപ്പാന്റെ കൊയ്യാനകൾ എന്ന ബഷീർ വിമർശന കൃതി മറുപടിയായി വന്ന പുസ്തകമാണ് ബഷീറിന്റെ ഐരാവതങ്ങൾ. ഈ പുസ്തകത്തിന്റെ എഡിറ്റർ കുറിച്ച വാക്കുകളാണ് മുകളിൽ പറഞ്ഞത്. ആരായിരുന്നു ആ എഡിറ്റർ? EM അഷറഫ്. ബഷീർ 100 ചിത്രങ്ങൾ, ബഷീർ ചായയും ഓർമ്മയും എന്നീ പുസ്തകങ്ങൾ രചിച്ച ആൾ ബഷീറിന്റെ അത്യപൂർവങ്ങളായ ജീവിത സന്ദർഭങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? പുനലൂർ രാജൻ. ഒറ്റക്കണ്ണൻ പോക്കർ, പോക്കറ്റടിക്കാരൻ മുത്തപ്പ, പൊൻകുരിശു തോമ, ആനവാരി രാമൻ നായർ. ഇതൊന്നും ആപേക്ഷ സ്വരത്തിൽ പറയുന്നതല്ല, അവരുടെ വിവരണവുമായി തീർന്നിരിക്കുകയാണ്. ഞാൻ മുത്തപ്പയുടെയും സൈനബയുടെയും പ്രേമസല്ലാപം ഒന്നും ഇതിലില്ല. എന്നാൽ മുത്തപ്പയുടെയും സൈനബയുടെയും പ്രേമസല്ലാപം ഒന്നും ഇതിലില്ല. തല തോർത്തി മുണ്ടുമാറ്റി പനി പിടിക്കും. ഈ ശാസനയും അഭിപ്രായ പ്രകടനത്തിലും അയാളുടെ പ്രണയം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കഥയെ ഇങ്ങനെ വിലയിരുത്തിയത് ആരാണ്? കെ കേളപ്പൻ. മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ. ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത്. ഏതാണ് ആ കഥ? വിശ്വവിഖ്യാതമായ മൂക്ക്. മനുഷ്യത്വം നശിപ്പിച്ച് മൃഗീയതയിലേക്കും ദാരിദ്ര്യത്തിലേക്കും വഴിതെളിയിക്കുന്ന ഈ വിദ്യാഭ്യാസ രീതിയിൽ വിപ്ലവകരമായ ഒരു പരിവർത്തനം വരുത്തേണ്ടതാണ്. ഇനിയും തുടർന്നു പോകുന്ന പക്ഷം സ്കൂളുകളും കോളേജുകളും ഞങ്ങൾ തീവച്ച് നശിപ്പിച്ച് കളയുന്നതാണ്. ബഷീർ 1939 ഇങ്ങനെ എഴുതിയ ഒരു കഥയിലെ അധ്യാപകൻ ഇങ്ങനെ എഴുതി അയക്കുക മാത്രമല്ല, ചെറുപ്പക്കാരെ കൂട്ടി സ്കൂളുകൾ കത്തിച്ച് ജയിലിൽ ആവുകയും ചെയ്തു. ഈ കഥയുടെ പേര് എന്തായിരുന്നു? അധ്യാപകൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയായ ബാബി ബഷീറിന്റെ എടിയെ എന്ന രചനയിൽ സഹായിച്ച വ്യക്തി ആരാണ്? താഹ മാടായി. ഉമ്മ ഞാൻ ഗാന്ധിനെ തൊട്ടു. ബഷീറിന്റെ ഈ വാക്യം പ്രശസ്തമാണല്ലോ. ഹെഡ് മാസ്റ്ററുടെ കർശന നിർദ്ദേശം വകവെക്കാതെ പോയ ബഷീർ ഗാന്ധിജിയെ തൊട്ടത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ്? 1924 വൈക്കം സത്യാഗ്രഹം. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് എന്താണ്? കടുവാക്കുഴി. മനുഷ്യകുലത്തേക്കാൾ മഹോന്നത സൃഷ്ടി വിശേഷണങ്ങളിൽ ആയിരിക്കുമല്ലോ വൃക്ഷങ്ങൾ
ശിങ്കിടി മുങ്കനിലെ ബഷീറിന്റെ രചന അവസാനിക്കുന്നതും ആരംഭിക്കുന്നതും ഈ വാക്കിൽ നിന്നാണ്. പ്രകൃതി സ്നേഹത്തിന്റെ മഹാത്മാഗാഥയായ ഈ രചനയുടെ പേരെന്താണ്? വൃക്ഷങ്ങൾ. ബഷീർ അന്തരിച്ച വർഷം 1994 ജൂലൈ 5. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? പ്രേം പാറ്റ. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏതാണ്? യാ ഇലാഹി.